അടൂർ പ്രകാശിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. മുൻപുള്ള അടൂർ പ്രകാശ് അല്ലല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ ഇരിക്കുകയാണ്. UDFന്റെ കൺവീനറാണ്. അദ്ദേഹം പറയുകയാണ് മുസ്ലിം ലീഗിന് സീറ്റുകൾ കൂടുതൽ ചോദിക്കാനുള്ള അവകാശമുണ്ടെന്ന്. ഇപ്പോൾ തന്നെ കോൺഗ്രസ് കീഴടങ്ങുകയാണോ ഈ മുസ്ലിം ലീഗിന് മുന്നിൽ? അപ്പം പരസ്യമായിട്ട് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞു. ആർക്ക്? മുസ്ലിം ലീഗ്. ഈ ഒരൊറ്റ പ്രശ്നം കാരണമാണ് NSS ഒക്കെ അകന്നത്. SNDPക്കും അതിനകത്ത് അമർഷമുണ്ടായിരുന്നു. ക്രൈസ്തവരും അകന്നത് ഇതൊക്കെ കൊണ്ടാണ്. മുസ്ലിം ലീഗിൻ്റെ ആണ് സർവാധിപത്യം. സർവാധിപത്യം എന്നല്ല, കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് പോലും ലീഗായി തീർന്നു. കോൺഗ്രസിനകത്ത് വലിയ കലഹം ഉണ്ടാകുമ്പോൾ ആ വിവരം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുന്നത് ലീഗാണ്. ആര് കോൺഗ്രസ് പാർട്ടിക്കകത്ത് അധികാരം ഏറ്റെടുത്താലും ഉടൻ ഓടും സാദിഖ് അലി തങ്ങളെ കാണാം പാണക്കാട്ടേക്ക്. ഈ ഇദ്ദേഹം നമ്മുടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അദ്ദേഹം അധികാരം ഏൽക്കുന്നതിന് തൊട്ടു മുമ്പ് സാദിഖ് അലിയെ കണ്ടു. പക്ഷേ പാണക്കാട്ടേക്ക് പോകേണ്ടി വന്നില്ല. കണ്ണൂരിൽ വെച്ച് ഒരു ചടങ്ങിലാണ്, ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ വെച്ച്. അതും ശരിക്കും അവിടെ തന്നെ ആദ്യ കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെയാണ് മറ്റുള്ളവരെ കാണുന്നത്. അങ്ങനെ ആരും എല്ലാം അവിടെ തന്നെയായി തീർന്നു. നമ്മൾ ഓർക്കണം, 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇവരുടെ 5ാം മന്ത്രി ഉണ്ടാക്കിയ വിവാദം ചില്ലറയല്ല. അന്ന് ഇവർക്ക് അമിത പ്രീണനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ പെരുന്നാളൊക്കെ വരുമ്പോഴും അവധി അന്നത്തെ കാലത്ത് അങ്ങ് വാരിക്കോരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അന്ന് അബ്ദുൾ റബ്ബ് ആണ് വിദ്യാഭ്യാസ സ്കൂളുകൾക്ക് പച്ച പെയിന്റ്, ടീച്ചർമാർക്ക് പച്ച ബ്ലൗസ്. അതെ, പെരുന്നാളിന് അവധി ഏതാണ്ട് ഒരു 5 ദിവസം വരെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങ് അവർക്ക് വേണ്ട തരത്തിലുള്ള, ഇനിയിപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ അടൂർ പ്രകാശ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവർക്ക് കൂടുതൽ സീറ്റ് ചോദിക്കാൻ അവർ അർഹരാണ് എന്ന്. അപ്പം ചോദിക്കാൻ അർഹരാണ് എന്ന് പരസ്യമായി പറയുമ്പോൾ അവർ ചോദിക്കുമെന്നറിയാം. അത് കൊടുക്കാൻ കോൺഗ്രസ് ബാധ്യസ്ഥരാണ്, കൊടുക്കും എന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇവർക്ക് ലീഗിന് ഒരു ചെറിയ ചാഞ്ചാട്ടം ഉണ്ടല്ലോ. 2021 തുടക്കത്തിൽ ഒന്ന് ചാടിപ്പോകാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു പിണറായിയുടെ കൂടെ. പിന്നെ പിണറായി ഭരണത്തിന് ഒരു കുറേ കരിനിഴൽ വീണുപോയല്ലോ. അപ്പോൾ പിന്നീട് 21 മുതൽ ഇങ്ങോട്ട് പിന്നെ ജനകീയമായിട്ടുള്ള ഇതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ അങ്ങ് കുറഞ്ഞു. പക്ഷേ അന്ന് ലീഗ് എങ്ങാനും പോയിരുന്നത് ലീഗിൽ തന്നെ പിളർന്നേനെ. ഈ KM ഷാജി, MK മുനീർ ഒന്നും ഇതിനോട് യോജിപ്പുള്ളവരല്ല, പൊരുത്തപ്പെട്ടു പോകത്തില്ല. ഇനി അതുണ്ടാകുമെന്ന് അറിയത്തില്ല. പക്ഷേ ലീഗ് ഇപ്പോഴും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജോസ് കെ മാണി വിഭാഗം സർവേ നടത്തുന്നുണ്ട്, UDFന് അനുകൂലമായിട്ട് വരുമോ എന്നൊക്കെയായിരുന്നു. അതുപോലെ ലീഗും സർവേ നടത്തുന്നുണ്ട്, ഭരണം ഏത് തരത്തിലാകും പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LDF വരികയാണെങ്കിൽ ചാടി പോവുക എന്നുള്ളത്. ഇതിനിടയ്ക്ക് നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കണം. അല്ല, അത് തന്നെ ഈ CPM എടുക്കുമോ? CPM ഇപ്പോൾ മലപ്പുറം ജില്ല ഉൾപ്പെടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ വലിയ വിമർശനങ്ങളാണ്. മുസ്ലിം ലീഗിനെ പറയുന്നത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി SDPക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരു സംഘടനയായി തന്നെ CPM കാണുന്നുണ്ട്. അല്ല, CPM എടുക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ 2026 ഏതെങ്കിലും ഒരു മുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഒന്നും അധികാരത്തിൽ പോകുന്ന ലക്ഷണമൊന്നുമല്ല കാണുന്നത്. BJP നിർണായകമാണ്. BJP 10 സീറ്റ് പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലാണ് പ്രവർത്തനം. ഇതിനിടയ്ക്ക് രാജീവ് ചന്ദ്രശേഖറുമായിട്ട് മാതൃഭൂമി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിനകത്ത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്, മുസ്ലിം ലീഗുമായിട്ടും സംസാരിക്കും കാര്യങ്ങൾ, ലീഗിനെ ചേർത്ത് നിർത്താൻ തയ്യാറാണ്, ലീഗ് പിന്നെ അങ്ങനെ അന്യരൊന്നും അല്ല എന്ന് പറഞ്ഞാൽ NDA മുന്നണിയിലേക്ക് മുസ്ലിം ലീഗ് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ എന്താ? അവരും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് മറ്റു ചില ജമായത്തെ ഇസ്ലാമി SDPI ഇത്തരത്തിലുള്ള വർഗീയ തീവ്രവാദ കക്ഷികളുമായിട്ടുള്ള ബന്ധമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം മുസ്ലിം ലീഗിന് സമാന സ്വഭാവമുള്ള ഒരു പാർട്ടിയായിരുന്നു PDP. അവരുമായി ജമ്മു കാശ്മീർ ഉൾപ്പെടെ BJP സഖ്യം ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ അത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വളരെ തന്ത്രപൂർവ്വം അത് കൊണ്ടുപോവുകയാണ്. ഒരു 10-20 സീറ്റ് അവർ ജയിക്കുകയാണ്. ഇവിടെ പിന്നെ BJP ഒരു 10 സീറ്റ്, കാര്യങ്ങളൊക്കെ അങ്ങ് മാറത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് UDFന് ഭയമുണ്ട്, ലീഗ് എങ്ങോട്ട് വേണേലും പോകാം. ഇത് ഭാവിയിൽ സംഭവിക്കും കേട്ടോ.
അത് ഉറപ്പായ കാര്യമാണ്. കോൺഗ്രസ് ഒക്കെ ക്ഷയിക്കും, CPM-നും ആ ക്ഷയം ഉണ്ടാകും. ഇനി CPM ഇത്തവണ അധികാരത്തിൽ വരികയാണെങ്കിലും 3-ാം ഊഴം 26-ല് അത് വലിയ ഭൂരിപക്ഷത്തിലൊന്നും ആയിരിക്കത്തില്ല. അത് ക്ഷയിച്ച് വരുമെന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് BJP-യുടെ വളർച്ചയാണ്. അതോടൊപ്പം തന്നെ ഈ അടൂർ പ്രകാശുമായി വലിയ ബന്ധം സൂക്ഷിക്കുന്ന ഒരു സംഘടനയാണ് SNDP. SNDPക്ക് UDF-മായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളുള്ളത്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ അത് എപ്പോഴും പറയുകയാണ്, ഞങ്ങൾക്ക് അവിടെ MLA-മാരുടെ എണ്ണം കുറവാണ്, ഞങ്ങളുടെ സമുദായവുമായി ബന്ധപ്പെട്ട് എണ്ണം വച്ച് നോക്കുമ്പോൾ, ജനസംഖ്യാപരമായ എണ്ണം വച്ച് നോക്കുമ്പോൾ അതിനായ ഒരു പരിഗണന കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് അവർ പരാതി പറയുമ്പോഴാണ് അടൂർ പ്രകാശ് മറ്റൊരു വിഭാഗത്തിന് വേണ്ടി അവിടെ സംസാരിക്കുന്നത്. അല്ലെ, വെള്ളാപ്പള്ളി അതൃപ്തനല്ലേ? വെള്ളാപ്പള്ളി അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, വേണ്ടത്ര പരിഗണന UDF-ൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്താ, UDF-ന്റെ SNDP-യുടെ വോട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല ചോർച്ചയുണ്ടായി. അത് ഇവർക്കും ഉണ്ടായി, CPM-നും ഉണ്ടായി. അത് CPM പരസ്യമായിട്ട് അംഗീകരിച്ച കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ഇടങ്ങളിലേക്കാണ് BJP സ്പേസ് വരുന്നത്. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും BJPക്ക് ഇടമുണ്ട് എന്ന് MP ഗോവിന്ദ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടും UDF-നൊരു ഭയമുണ്ട്. ഒന്ന്, ലീഗ് ഏതെങ്കിലും കാരണവശാൽ മറുഭാഗത്തേക്ക് പോകുമോ, മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖറും മുസ്ലിം ലീഗിനോട് ഒരു ആഭിമുഖ്യം പുലർത്തുന്ന തരത്തിലുള്ള സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ഇൻ്റർവ്യൂവിൽ കണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ലീഗിന് ഏതെങ്കിലും തരത്തിൽ LDF തന്നെ വീണ്ടും ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തെ ഘടകകക്ഷികളൊക്കെ തന്നെ വളരെ അതൃപ്തരായിട്ട് മാറും. UDF-ന്റെ കൺവീനർ സ്ഥാനമാണ് അടൂർ പ്രകാശിന്. അടൂർ പ്രകാശ് ഒരു MLA എന്നുള്ള രീതിയിലും MP എന്നുള്ള രീതിയിലും നല്ല വിജയം തന്നെയാണ്. 2019 ആറ്റിങ്ങൽ വന്ന് നിന്ന് ജയിച്ചത്. 2024 തോക്കണമെന്ന് വിചാരിച്ച് നിന്ന് കൊടുത്തതാണ്. എന്നിട്ടും നാട്ടുകാർ വിട്ടില്ല, അവർ ജയിപ്പിച്ചേ വിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന് നല്ല ഒരു സംഘടനാ ശേഷിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് UDF-നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് അറിയാം. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ കളി കളിച്ചിരിക്കുന്നത് ഈ ലീഗിന്. അപ്പം ലീഗ് കൂടുതൽ സീറ്റ്. പക്ഷേ ഇത്തരം സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് പോവുകയാണ്, വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും. ഈ മുസ്ലിം ലീഗ് വലിയ രീതിയിൽ കോൺഗ്രസിന് വിഴുകുമെന്ന സന്ദേശം വരുമ്പോൾ പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുമല്ലോ. ഈ അവസരത്തിലാണ് ഇവരെന്തിനാ സണ്ണി ജോസഫിനെ എടുത്ത് അമരത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്? ക്രൈസ്തവരുടെ വോട്ട് പിടിക്കാനും ക്രൈസ്തവ വിഭാഗത്തെ BJP-യിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരാനുമല്ലേ. അപ്പോൾ ലീഗിന് ഇത്രത്തോളം പിന്നെയും സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഇപ്പം തോളത്തിരിക്കുന്നു, പിന്നെ ഇനി എടുത്ത് തലയിലോട്ട് വയ്ക്കുക. അപ്പോൾ ഈ ക്രൈസ്തവർ പിന്നെയും ചേർന്ന് വരുമോ? ഇല്ല. NSS വരുമോ? SNDP വരുമോ? ആരും വരില്ല. എല്ലാവർക്കും അതൃപ്തരായി തീർന്നു എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് ലീഗിന് ഇപ്പം 20 സീറ്റ് കൊടുക്കുന്നു, അല്ലെ 23 സീറ്റ് കൊടുക്കുന്നു. അവർക്ക് കൊടുക്കുന്ന സീറ്റ് എല്ലാവരും അവർ വിജയിച്ച് അവർ നിയമസഭയിൽ എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവർക്ക് കഴിഞ്ഞ തവണ സീറ്റുകൾ കൂടുതൽ കൊടുത്താൽ ചിലപ്പോൾ പ്രതിപക്ഷ സ്ഥാനം തന്നെ അവരിലേക്ക് പോകും, അവരുടെ തന്നെ പോകും. ഇനിയിപ്പോ UDF വിജയിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് പോയി. എന്റെ ഒരു കണക്കനുസരിച്ചാണ് ഒരു 6 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ, അത്ര 21 15 മാത്രം. അപ്പൊ അത് വേണമെങ്കിൽ അവർക്ക് ഇനി കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇവര് ഞായിക്കട്ടെ 6 മന്ത്രിമാരെ വേണമെന്ന് പറയും. 6 മന്ത്രിമാരെ, ഒരു ഉപമുഖ്യമന്ത്രി, പിന്നെ നിരവധി ബോർഡുകളുണ്ട്. ഈ ബോർഡിൻ്റെയൊക്കെ ചെയർമാൻ സ്ഥാനം, പിന്നെ എന്തെല്ലാം അവരുടേതായ മലപ്പുറത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക പാക്കേജ് കാര്യങ്ങളെ ഒക്കെ ഇവർ റെഡിയാക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് അവർക്കെല്ലാ തരത്തിലുള്ള നിങ്ങൾ എന്ത് വേണേലും ചോദിച്ചോ തരാം എന്ന് അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അടൂർ പ്രകാശൊക്കെ ഇനിയിപ്പം MP സ്ഥാനമൊക്കെ കളഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരും. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശും മത്സരിക്കാനുണ്ടാകും. കാരണം അടൂർ പ്രകാശ് കേരള രാഷ്ട്രീയം ഫോക്കസ് ചെയ്യുന്ന ആളാണ്. ഇവിടെ ഒരു മന്ത്രിയാകണം. ഇവർക്ക് കോന്നി തിരിച്ചു പിടിക്കണം. കോന്നി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് CPM ജനീഷിൻ്റെലാണ്. ജനീഷ് അവിടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. അതെ. അപ്പോൾ എന്തായാലും കോന്നി ആക്കിയെടുത്തത് അടൂർ പ്രകാശാണ്. അപ്പോൾ കോന്നിയിൽ വന്ന് മത്സരിച്ച് അദ്ദേഹം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയുമാകുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ലീഗ് വലിയ കക്ഷിയായി നിന്നുകൊണ്ടുള്ള ഭരണമായിരിക്കും 26-ൽ UDF വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.